Okay. Thank you, Dr. ബിന്ദുരാജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന പരമ്പരയുടെ 1736 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദാണ്. ഡോക്ടർ ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നമുക്ക് അതിന്റെ പ്രയോജനം അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ നമുക്ക് പല ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ള വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിനായി ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. നന്ദി ഡോക്ടർ ശൈല. നമസ്കാരം എല്ലാവർക്കും. ഒരു നല്ലൊരു ഈവനിങ് നേരുകയാണ്. ഡോക്ടർ റാം പർവേഷ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഹൗ ആർ യു ഡോക്ടർ? ഓക്കെ, താങ്ക് യു. സോ എനിക്ക് ഈ പ്രോഗ്രാം നമ്മുടെ ഇതൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. ഐ എം ട്രൈങ് ടു ഷെയർ ഇറ്റ്. നമ്മുടെ പ്രസൻറ്റേഷൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഹോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലേ? ഹോസ്റ്റ് ആയാൽ മതി അല്ലേ? ഓക്കെ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിലൂടെ യുവത്വത്തിലേക്ക് എന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ ശാസ്ത്രവും അതുപോലെ അതിൻ്റെ പല വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒരു സെഷൻ എടുത്തായിരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ള 1-2 ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പ്രോട്ടോക്കോളുകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 2ാം സെഷനാണിത്. ഫാസ്റ്റിംഗിലൂടെ യുവത്വത്തിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എന്താണ് ഫാസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒന്ന് ഓടിച്ച് പറയുകയാണ്. കാരണം പലരും ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, പുതിയ ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, ഇന്ന് ഫാസ്റ്റിംഗ് ആണ് താരം. പ്രത്യേകിച്ച് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഇന്റർനാഷണലി വലിയൊരു താരം. ഇന്ന് ഹെൽത്തിനെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളായിട്ട് ഫാസ്റ്റിങ്ങിനെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സെനാരിയോ, രാവിലെ മിസ്റ്റർ ജബ്ബാർ ഉറങ്ങി എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയുടെ അടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈകൾ പോവുകയാണ്. അയാൾ എന്തോ തപ്പി നോക്കുകയാണ്. ഇടതുവശത്ത് തപ്പിയിട്ട് കിട്ടിയില്ല, വലതുവശത്തേക്ക് നോക്കുകയാണ്. വലതുവശത്തും കിട്ടിയില്ല. അയാൾ കട്ടിലിനടിയിലേക്ക് നോക്കുന്നു, അവിടെയുമില്ല. എഴുന്നേറ്റിരുന്നിട്ട് അദ്ദേഹം നോക്കുന്നത് ടേബിളിൻ്റെ മുകളിലേക്കാണ്. ടേബിളിൻ്റെ മുകളിലുമില്ല. ജബ്ബാറിൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. ശ്വാസം ശക്തിയായി ശ്വാസം തിങ്ങി നിറയാൻ തുടങ്ങി. അദ്ദേഹം പല രീതിയിലുള്ള പാനിക് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി. അദ്ദേഹം തപ്പി നോക്കിയത് ആസ്മയുടെ മരുന്നായിരുന്നില്ല, തൻ്റെ മൊബൈലായിരുന്നു. നമ്മൾ പലരുടെയും ഏറിയും കുറഞ്ഞുള്ള ഒരു അനുഭവങ്ങളാണ് ഇത്തരം അനുഭവങ്ങൾ. പലതിൻ്റെയും ആളുകളും അടിമകളായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, വളർച്ചയെ തളർത്തുന്ന, നമ്മുടെ മാനസികവും ശാരീരികവുമായ നമ്മുടെ ശാക്തീകരണത്തെ പല രീതിയിലും തകർക്കുന്ന ചില സ്വഭാവങ്ങളുടെ അടിമകളാണ് നമ്മൾ. ഇത്തരം സ്വഭാവങ്ങൾ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അമിതമാകുമ്പോഴാണ് അത് നമുക്ക് വലിയ പാരയാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് വലിയ ദുരിതമാകുന്നത്. ഭക്ഷണം നല്ലൊരു കാര്യമാണ്, നമുക്ക് ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. മൊബൈൽ നമുക്ക് ആവശ്യമാണ് നിലനിൽപ്പിന്, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ പല ജീവിതത്തിൽ നമ്മുടെ നിത്യമായി ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അമിതമാകുമ്പോൾ അത് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ, നമ്മുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ അത് തടയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഫാസ്റ്റിംഗ്? ഇത്തരം മുന്നോട്ടുള്ള പോക്കിനെ തടയുന്ന എന്തിനോടും നമ്മൾ താൽക്കാലികമായി നോ പറയുകയും നമ്മുടെ ജീവിതത്തെ ഫലപ്രദമായി ക്രമീകരിക്കുകയും ചെയ്യുന്നതിനാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുക. ഭക്ഷണം നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഭക്ഷണത്തിൻ്റെ
അമിതമായ ഭക്ഷണത്തിൻ്റെ ചില മേഖലകളെ നിയന്ത്രിച്ച് ഫലപ്രദമായി ഭക്ഷണത്തെ എന്താണ് നമ്മുടെ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ടോക്കിംഗ്, അമിതമായ സംസാരം, അമിതമായ എന്തും, സിഗരറ്റ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും, ഇത്തരം കാര്യങ്ങൾ നമ്മളെ മദ്യം ഇത് അമിതമാവുകയാണ്. അപ്പം ഒരാൾ തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ദിവസം കള്ളു കുടിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരിക്കലേ കള്ളു കുടിക്കുള്ളൂ. അതൊരു തരം ഫാസ്റ്റിംഗ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നോ പറയുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഏതൊരു എഫേർട്ടിനെയും, നമ്മളെ തകർക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന ഏതൊന്നിനെയും നമ്മൾ തിരിച്ചു നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതിനാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുക. ഫാസ്റ്റിങ്ങിൽ പ്രധാനമായിട്ട് പലതരം സൗകര്യങ്ങളിൽ നിന്ന്, ദൗർബല്യങ്ങൾ, നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ആധുനിക മനുഷ്യൻ സുഖഭോഗങ്ങളുടെ അടിമകളാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കൈകാലുകൾ പോലും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഓരോ വീട്ടിലും 2-3 കാറുകളാണ്. അപ്പം ഇത്തരം കാർ ഉപയോഗിക്കുന്ന ഒരാൾ തീരുമാനിക്കുകയാണ്, അടുത്ത ഒരു മാസത്തിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ കാർ ഉപയോഗിക്കില്ല, ഞാൻ നടന്നിട്ട് പോകും, മലക്കറി വാങ്ങാൻ ഞാൻ നടന്നിട്ട് പോകും തീരുമാനിക്കുന്നത്. ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഫാസ്റ്റിംഗ് ക്യാൻ ബി പല സുഖഭോഗങ്ങളിൽ നിന്ന്, സൗകര്യങ്ങളിൽ നിന്ന്, ദൗർബല്യങ്ങളിൽ നിന്ന് നമ്മൾ ചില വ്യക്തമായ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, വെറുതെ മാറി നിൽക്കുകയല്ല, നമ്മൾ ചില ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന നിയന്ത്രണങ്ങളെയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുക. ഫാസ്റ്റിംഗ് നമ്മൾ പിന്നെ കലോറി നിയന്ത്രിച്ചിട്ട്, ഭക്ഷണത്തിൻ്റെ ഫാസ്റ്റിംഗ് ആണെങ്കിൽ കലോറി നിയന്ത്രിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് ആവാം, ഭക്ഷണത്തിൻ്റെ സമയം നിയന്ത്രിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് ആവാം, ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ നിയന്ത്രിച്ചുള്ള ഫാസ്റ്റിംഗ് ആവാം. ഇപ്പം കലോറി നിയന്ത്രിച്ചുള്ള ഫാസ്റ്റിങ്ങിൽ സമയം നിയന്ത്രിക്കുന്നില്ല, അത് ദിവസത്തിൽ പല സമയത്തായിട്ട് നമ്മൾ ചുരുങ്ങിയ കലോറിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. സമയ നിയന്ത്രിത ഫാസ്റ്റിങ്ങിൽ കലോറി നിയന്ത്രിക്കുന്നേ ഇല്ല, പക്ഷെ അവിടെ ഈറ്റിങ്ങിൻ്റെ വിൻഡോ ചുരുക്കി കൊണ്ടുവന്നിട്ട് ആ ഈറ്റിംഗ് വിൻഡോക്കകത്ത് നമ്മൾ സാധാരണ കഴിക്കുന്ന പല സാധനങ്ങളും കഴിക്കുന്നു. ഇതിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഓടിച്ചു പോവുകയാണ്, പിന്നീട് നമ്മൾ പ്രോട്ടോക്കോളിലേക്ക് പോകുന്നു. ഈ സമയ നിയന്ത്രിത ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാത്ത 2 ഭക്ഷണങ്ങളുടെ ഇടയിലുള്ള ഭക്ഷണം കഴിക്കാത്ത സമയത്തിൻ്റെ വിസ്താരം കൂട്ടി കൊണ്ടുവരുന്നതിനെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് പാസീവ് ഫാസ്റ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നവരെ 2 ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള, രാത്രി അർദ്ധരാത്രി എഴുന്നേറ്റ് കഴിക്കുന്നവരുടെ കാര്യം വേറെയാണ്. അല്ലാത്ത ആളുകൾ പൊതുവേ നമ്മളെല്ലാവരും രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ വരെ 8, 10, 12 മണിക്കൂർ അല്ലെങ്കിൽ 8, 10 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഉള്ളൊരു പീരീഡ് ഉണ്ട്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ്. ഈ ഫാസ്റ്റിങ്ങിനെ ഫലപ്രദമായി അതിൻ്റെ വിൻഡോ സൈസ് കൂട്ടിയിട്ട് അത് മെറ്റബോളിക്കലി നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നതിനെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, എഫക്റ്റീവായിട്ടുള്ള വളരെ ശക്തമായ ഒരു സിസ്റ്റമാണത്. ഇതിൽ പല എന്താണ് ലെവലിലാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നടക്കാറുള്ളത്. ബിഗിനേഴ്സ് ലെവലുണ്ട്, അത് 12 14 മണിക്കൂർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് 16 മണിക്കൂറാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഫാസ്റ്റിംഗ് വിൻഡോ. പിന്നെ 20 മണിക്കൂറിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് സ്പാർട്ടാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഹെർമിറ്റ് മോഡുണ്ട്, 22 മണിക്കൂറിൽ കൂടുതൽ. അത് വലിയ രീതിയിലുള്ള യുവത്വത്തിലേക്കൊക്കെ ശക്തമായ രീതിയിൽ തിരിച്ചു പോകണം, ബോഡിയുടെ മെറ്റബോളിക് ഏജ് കുറക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അത്തരം ഫാസ്റ്റിങ്ങിലേക്ക് ആളുകൾ പോവുക. ഇനി എന്താണ് വാർദ്ധക്യം? നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെ വാർദ്ധക്യത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി പിച്ച വെക്കാൻ പഠിക്കുന്ന, ഒരിക്കൽ കൂടി നമ്മൾ ഡയപ്പറുകൾ ഉപയോഗിക്കുന്ന, ഒരിക്കൽ കൂടെ പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു 2ാം ശൈശവമാണ് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയാറുണ്ട്. കൊച്ചു കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ആഘോഷിക്കുന്ന ഒരു കാലം കൂടിയാണത്. അപ്പൂപ്പനിതാ ഒറ്റക്ക് നടന്നു, ഒറ്റക്ക് ബാത്റൂമിൽ പോയി എന്നൊക്കെ നമ്മുടെ കൊച്ചുമക്കൾ പറയുന്ന ഒരു കൊച്ചു കാര്യങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാലം. മറ്റൊരു രീതിയിൽ നോക്കിയാൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കരുതലിലും തണലിലും ഒക്കെയാണ് നമ്മൾ വളർന്നത്. നമ്മൾ ഇനി 2ാം ശൈശവത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കരുതലിലും തണലിലുമായിരിക്കും നമ്മൾ വീണ്ടും പോകുന്നത്. ശൈശവകാലത്ത് 2, 3 കൊല്ലം അല്ലെങ്കിൽ 4 വർഷമാണ് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 2ാം വാർദ്ധക്യത്തിൽ ഇപ്പോൾ 8, 10, 15, 20 വർഷം ചിലപ്പോൾ നമ്മൾ ബെഡ് റിഡൻ ആവാം. നമ്മൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു ഭാരമാകാം.
അപ്പോൾ എങ്ങനെ ആരോഗ്യത്തോടെ രണ്ടാം വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ ടോപ്പിക്കിന്റെ പ്രസക്തി. ഈ ജഡത്വം എന്ന് പറയുന്നത് മനസ്സിൽ തുടങ്ങുന്ന കാര്യമാണ്. വാർദ്ധക്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചിത്രം മനസ്സിൽ വരുന്നത് എല്ലൊക്കെ ഒന്ന് വളഞ്ഞ് ഒന്ന് ശരീരമൊക്കെ പ്രായമായി കണ്ണിന് കാഴ്ചയില്ലാത്ത, യഥാർത്ഥത്തിൽ വാർദ്ധക്യം തുടങ്ങുന്നത് മനസ്സിലാണ്. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഓ പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ എന്തോന്ന് എന്ന് പറയുന്ന ഒരു 40-ഉം 50-ഉം വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യമാണത്. 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നതോടുകൂടി നമ്മളൊക്കെ മനസ്സാ പാച്ച നമ്മൾ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റും കൂടി അതിലുണ്ട്. ചില സമൂഹങ്ങളിൽ, ജപ്പാനിൽ ഒക്കിനാവയിലാണെങ്കിൽ 70-ഉം 80-ഉം വയസ്സ് അവർക്ക് വാർദ്ധക്യമല്ല. പക്ഷെ നമ്മുടെ കൾച്ചറിൽ എത്തുമ്പോൾ 50-55 കഴിഞ്ഞാൽ നമ്മൾ പ്രായത്തിൻ്റെ ഒരു മോഡിലേക്ക് പോകാൻ തുടങ്ങി. നമ്മൾ ചില എക്സസൈസുകൾ ചെയ്യില്ല, ചില റിസ്കുകൾ എടുക്കില്ല, നമ്മൾ കോണി കയറില്ല. അങ്ങനെയാണ് നമ്മൾ തന്നെ പ്രായമായി എന്ന് ചിന്തിക്കുന്ന, നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിൽ പിറകോട്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പ്രായമായി എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് വലിയ പേടികളായിരിക്കും. അയ്യോ ഇത് അങ്ങനെയാണോ, ഇതാണോ, അല്ലെങ്കിൽ ഞാൻ ഇനി ബെഡ്രിഡൺ ആവുമോ, അങ്ങനെ വലിയ രീതിയിൽ രോഗപേടികൾ കൂടി നമ്മൾ പിടികൂടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വളരെ നേരത്തെ നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എടുക്കാച്ചരക്കായി നമ്മൾ മാറി എന്ന് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ പലതരം ഒബ്സഷനുകളിലൂടെ, പ്രത്യേകിച്ച് പഴയ കാലത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ നഷ്ടബോധത്തോടെ ചിന്തിക്കുകയും ചെയ്യുകയും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാതിരിക്കുകയും ഇനി അങ്ങോട്ട് എനിക്ക് ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ എനിക്ക് പറ്റുമെന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൂടി വാർദ്ധക്യ മനോഭാവത്തിൻ്റെ ജഡത്വം മനസ്സിൽ തുടങ്ങുന്നു എന്നതിൻ്റെ വലിയ ലക്ഷണങ്ങളാണ്. എന്താണ് പ്രായമാകുമ്പോൾ നടക്കുക? ഇതൊക്കെ ഓടിച്ചു പോവുകയാണ്. ക്വാളിറ്റി ഓഫ് സെൽസ്, അതായത് സെല്ലുലാർ ലെവലിൽ, സബ് സെല്ലുലാർ ലെവലിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രോട്ടീനിൻ്റെയും അതുപോലെ ഫാറ്റിൻ്റെയൊക്കെ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നു. അതുപോലെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, ബോൺ ഡെൻസിറ്റി കുറയുന്നു, മസിൽ മാസ് കുറയുന്നു, സർക്കോപ്പീനിയ ഉണ്ടാകുന്നു, ജലാംശം കുറയുന്നു, ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു, പ്രത്യേകിച്ച് ജോയിൻസിലൊക്കെയുള്ള ക്രെപ്പിറ്റേഷൻസും ക്രാക്കിങ്ങും തുടങ്ങുന്നു. അതുപോലെ മൊത്തത്തിൽ ബോഡിയുടെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നു. പ്രോട്ടീൻ ക്വാളിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രോമസോംസിൻ്റെയും DNA-യുടെയും ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു. അത് പല രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസുകൾ ഉണ്ടാക്കുന്നു. നല്ല ഹോർമോണുകൾ കുറയുകയും ചീത്ത ഹോർമോണുകൾ വളരെ കൂടുകയും ചെയ്യുന്നു. പിന്നൊന്ന് ടെലോമിയർ പോലുള്ള ക്രോമസോമിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ ഏജിങ്ങിൻ്റെ ഒരു മാർക്കർ എന്ന് പറയാൻ പറ്റുന്ന ചില സംഭവങ്ങളുടെ നീളം കുറയുന്നു. അങ്ങനെ ഈ സെല്ലുകളിലൂടെ, അത് ടിഷ്യൂസിലൂടെ, പിന്നീട് ഓർഗൻസിലേക്കും, ഓർഗനിൽ നിന്ന് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിത ശൈലിയുടെ ക്വാളിറ്റി നശിക്കുന്ന രീതിയിൽ, കുറയുന്ന രീതിയിൽ, അവൻ്റെ ജീവിതശൈലിയുടെ ആ സ്മൂത്ത് നശിക്കുന്ന രീതിയിൽ അവൻ പ്രായത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ആയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും ഗട്ടിൻ്റെ തകർച്ച നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ കേന്ദ്രമാണ്. നമ്മുടെ മെറ്റബോളിസത്തിൽ പലതരം മാറ്റങ്ങൾ അത് കൊണ്ടുവരുന്നു. വിസറൽ ഫാറ്റ് വയറ്റിൽ കൂടുന്നു, ഷുഗർ, പ്രഷർ പോലെ രോഗങ്ങൾ, തൊലി ചുളുങ്ങുന്നു, ജോയിൻറ്റ് പെയിൻ തുടങ്ങുന്നു, കാറ്ററാക്ട് ഉണ്ടാകുന്നു, പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ നമ്മൾ പറഞ്ഞു, ക്വാളിറ്റി ലൈഫ് കുറയുന്നു, അതുപോലെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പ്രായത്തിൻ്റെ പോക്കിൻ്റെ ഒരു തോത്, രീതി. മനുഷ്യന് എത്ര വയസ്സ് ജീവിക്കാം? നിങ്ങളുടെ നമ്മൾ രാത്രിയായിക്കൊണ്ടിരിക്കുകയാണ്, ഉറക്കം വരുന്നുണ്ടാവും, ഒരു ചെറിയൊരു പോൾ, എത്ര കാലം മനുഷ്യന് നമ്മുടെ ബോഡിയുടെ ഡീഫോൾട്ട് സിസ്റ്റം അനുസരിച്ച് ജീവിക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അതിന് ടെക്നോളജി ഒന്നും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ പുതിയ ക്രിസ്പർ പോലുള്ള ടെക്നോളജി ഉപയോഗിക്കാതെ ഡീഫോൾട്ടായിട്ട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? നിങ്ങൾ നമ്മുടെ ചാറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. 80 കൊല്ലം, 90 കൊല്ലം, യു ക്യാൻ ജസ്റ്റ് ടെൽ ദാറ്റ്. താങ്ക് യു. നമ്മൾ 80, 70 നമ്മുടെ കൾച്ചർ അങ്ങനെയാണ് നമ്മൾ പറയുക. 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം ആയി. പിന്നെ 70ൻ്റെ മുകളിലൊക്കെ ബോണസ് ആണ്. 90 കഴിഞ്ഞാലോ വലിയ സംഭവമാണ്. മിക്കവാറും 90 കഴിഞ്ഞവർ ഒരു തരം പ്രായത്തിൻ്റെ അങ്ങേയറ്റം അവശതകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. 120ലേക്ക് പോകുന്ന ആളുകൾ ഈ പറയുന്ന ഒക്കിനാവയിലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ 100ൻ്റെ മുകളിൽ പോയ ആളുകൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇറ്റ്സ് എ വെരി റെയർ ഒക്യൂറൻസ്. ഇറ്റ് ഈസ് നോട്ട് എ വെരി കോമൺ തിങ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം വളരെ കുറവാണ്.
മറ്റു ചില രാജ്യങ്ങളിൽ മറ്റു ചില സംസ്കാരങ്ങൾ വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബ്ലൂ സോൺ എന്ന് പറയുന്ന ബ്ലൂ സോൺ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. ഇന്നത്തെ സയൻസിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് മനുഷ്യൻ 140 160 വരെ പോകാൻ ക്രിസ്പർ പോലുള്ള അല്ലെങ്കിൽ എപ്പിജനറ്റിക്സ് പോലുള്ള ന്യൂട്രിജിനോമിക്സ് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് 140 150 വരെ ജീവിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുമെന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ്റെ ശാസ്ത്രം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അതൊരു അസംഭവ്യമായ കാര്യമല്ല. പ്രാക്ടിക്കലി ഇത് സാധ്യമാണ്. 200 വരെ പോകാനും മരിക്കാതിരിക്കാനും ബ്രയാൻ ജോൺസനെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് 200-ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അദ്ദേഹം ആ രീതിയിലാണ് ഒരു വർഷം $2 മില്യൺ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ ചെലവാക്കുന്നത്. സോ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ഡയമെൻഷൻ ആസ് വെൽ. അപ്പോൾ ശാസ്ത്രം പറയുന്നത് 200 കൊല്ലത്തിൻ്റെ മുകളിലേക്ക് പോകാനും നമുക്ക് പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഏജിങ്ങിൻ്റെ 2 തരം വണ്ടികളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മുടെ കാലണ്ടർ ഏജ്. നമ്മുടെ കേക്ക് ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ വെക്കുന്ന നമ്മുടെ മെഴുകുതിരികളുടെ എണ്ണം ആണല്ലോ നമ്മുടെ ഏജിങ്ങിനെ കുറിച്ച്. അല്ലെങ്കിൽ അവിടെ എഴുതി വെക്കുന്ന 40 ഹാപ്പി 45 ഹാപ്പി 55 നമ്മൾ എഴുതി വെക്കുന്ന ഒരു കലണ്ടറിൽ കാണുന്ന പ്രായം ഒന്ന്. നമ്മുടെ ശരീരത്തിൽ എഴുതപ്പെട്ട നമ്മുടെ കോശങ്ങളിൽ എഴുതപ്പെട്ട കോശത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്ന മെറ്റബോളിക് ഏജ് മറ്റൊന്ന്. ഇത് രണ്ടും 2 വഴിക്കായിരിക്കും. നമ്മൾ 3 പേരെ പരിചയപ്പെടാം. അതിൽ ഒരാളുടെ ഏജ് 60 വയസ്സാണ്. പക്ഷെ അയാളുടെ ശരീരത്തിൻ്റെ വയസ്സ് 60-നും താഴെ, ഒരു 40-ഓ 50-ൻ്റെയോ ഒരു യുവത്വത്തിലാണ് അയാൾ. മറ്റൊരാൾ 60 വയസ്സാണ് അയാളുടെ പ്രായം. 60 വയസ്സിൻ്റെ പ്രായത്തിലൂടെ അയാളുടെ ശരീരവും അയാളുടെ കാലണ്ടർ ഏജും ഒന്നിച്ചു പോകുന്നു. മൂന്നാമത്തെ ആള് അയാളുടെ പ്രായം യഥാർത്ഥത്തിൽ 60 ആണെങ്കിലും ഒരു 80-കാരൻ്റെ ശരീരവും മനസ്സുമായിട്ട് ജീവിക്കുകയാണ്. 80-കാരൻ്റെ എന്താ പറയുക, മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അവസ്ഥയിൽ നേരത്തെ തന്നെ പ്രായത്തിലേക്ക്, ഇത് വലിയൊരു ശതമാനം ആളുകളും പുതിയ ലോകത്ത് ഈ പറയുന്ന രീതിയിൽ മെറ്റബോളജിക്കലി ഓവർ ഏജ്ഡ് ആണ്, അല്ലെങ്കിൽ ക്രൊണോളജിക്കലി ഓവർ ഏജ്ഡ് ആണ്. അവരുടെ ആക്ച്വൽ ക്രൊണോളജിക്കൽ ഏജിൻ്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. സമയത്ത് 60 വയസ്സുള്ള ചുറുചുറുക്കുള്ള യുവാവ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരുടെയും നെറ്റി ചുളിയുന്നുണ്ടാവും. 60 വയസ്സിൽ യുവാവോ? യഥാർത്ഥത്തിൽ 60 വയസ്സിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് യുവാവ് തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ മെറ്റബോളിക് ഏജും നമ്മുടെ യഥാർത്ഥ ഏജും തമ്മിലുള്ള ഒരു കോറിലേഷൻ ആണ് ഇന്ന് ജെറന്റോളജിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ക്രൊണോളജിക്കൽ ഏജുമായിട്ടെങ്കിലും നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തി എങ്ങനെ നമ്മൾക്ക് മെറ്റബോളിക് ഏജ് ക്രൊണോളജിക്കലിനെയും കൂടെ താഴെ കൊണ്ടുവരാൻ ഇന്നത്തെ നമ്മുടെ പുതിയ അറിവുകൾ വെച്ചിട്ട്. അതായത് ഒരാൾ ശരാശരിയും ആണെങ്കിൽ അയാളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ, അയാൾ ശരാശരിയിലാണ്. അതിനും അപ്പുറത്ത് നമ്മുടെ ബയോ ഹാക്കിംഗ് രീതിയിലൂടെ നല്ല ഭക്ഷണവും നല്ല വ്യായാമവും ഒക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ആവറേജ് 60-കാരൻ്റെ പ്രായത്തിന് പകരം 45-ന്റെ പ്രായത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള പുതിയ നല്ല വാർത്തകൾ കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു സൂത്രം എന്നുള്ള നിലക്കാണ് നമ്മൾ നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ പരിചയപ്പെടുന്നത്. മെറ്റബോളിക് പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ദിവസം കൊണ്ടു നടക്കുന്നതാണ് മെറ്റബോളിക് പ്രായം. നമ്മുടെ ഫങ്ഷൻസ്, നമ്മൾ ഉറങ്ങുന്നത്, നമ്മുടെ ദഹന വ്യവസ്ഥ, നമ്മുടെ ബോഡിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ പലതരത്തിലുള്ള ഹോർമോണൽ കെമിക്കൽ ബാലൻസുകൾ, ഗട്ടിൻ്റെ എന്താ പറയുക ശക്തി, നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇതൊക്കെ ശക്തമായി നിൽക്കുന്ന അവസ്ഥയാണ് മെറ്റബോളിക് ബാലൻസ് നമ്മൾ പറയുന്ന അവസ്ഥ. അപ്പോൾ മെറ്റബോളിക് ഏജ് എന്ന് പറഞ്ഞാൽ അവിടെ തകർച്ച വരുമ്പോഴാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ മെറ്റബോളിക് ഏജിനെ മനസ്സിലാക്കുന്ന ബയോമാർക്കേഴ്സ്? അതിലൊന്നാമത്തത് ഇൻസുലിനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ ഇത്രയും കാലം ഇൻസുലിനെ കുറിച്ച് പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇൻസുലിൻ ഇല്ല, കുറവ്, ഇൻസുലിൻ കുറഞ്ഞതിൻ്റെ പേരിൽ ഡയബറ്റിസ് ഉണ്ടാകുന്നു, ഇൻസുലിൻ കൊടുത്താൽ ഡയബറ്റിസ് മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയോയിൽ നിന്ന് ഇൻസുലിൻ മനുഷ്യൻ്റെ ശരീരത്തിൽ വലിയ തോതിൽ
ഡാമേജ് ഉണ്ടാക്കുന്ന, വലിയ തോതിൽ പരിക്ക് നൽകുന്ന ഒരു സാധനമാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന ഒരു പുതിയ അറിവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 2 മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ, 3 പലതരം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, HSCRP പോലുള്ള പിന്നെ പലതരം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്, മസിൽസ് മാസ് ഉണ്ട്, പിന്നെ എന്താണ് വോളിയം ഓഫ് ഓക്സിജൻ മാക്സ് പറയും, ടിലോമിയറിന്റെ നേരത്തെ പറഞ്ഞ അതിന്റെ ലെങ്ത്, ബോണ്ട് ഡെൻസിറ്റി, ഇങ്ങനെ പ്രധാനപ്പെട്ട ബയോമാർക്കേഴ്സിലൂടെ നമുക്ക് മെറ്റബോളിക് ഏജിന്, ബോഡിയിലുള്ള ജലാംശത്തെയൊക്കെ നോക്കിയിട്ട് ബോഡിയുടെ മെറ്റബോളിക് ഏജിന് നമുക്ക് പ്രോട്ടീൻ ക്വാളിറ്റി, അതുകൂടാതെ ഇതിപ്പോൾ ജീനോമിക് ലോകത്താണ്, ജീനോമിക് അനാലിസിസിലൂടെ നമുക്ക് മെറ്റബോളിക് ഏജിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരീരത്തിൻ്റെ ഓരോ ഫങ്ഷൻസിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഗട്ടിനെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം നമ്മൾ ശക്തമായ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഗട്ട് അനാലിസിസിലൂടെ. അങ്ങനെ പുതിയ അറിവുകൾ നമ്മൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹോമിയോ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം അറിവുകൾ നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അവയർനെസ് കൂടി ഞാൻ ഈ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് ഏജ്, ക്രോണോളജിക്കൽ ഏജ്, അതായത് കാലണ്ടർ ഏജ്, എങ്ങനെയാണ് കാലണ്ടർ ഏജിനെ മറികടന്ന് ലക്കും ലഗാനും ഇല്ലാത്ത ഒരു വണ്ടി പോലെ നമ്മുടെ അല്ലെങ്കിൽ ഒരു കുലംകുത്തി പായുന്ന ഒരു പുഴ പോലെ നമ്മുടെ ഏജിങ് നമ്മളങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ കുതിച്ചു പായുന്നു എന്നുള്ളത് നോക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒന്ന് ജെനറ്റിക്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചിടത്തോളം ജെനറ്റിക്സ് തിരിച്ച് മാറ്റി നമുക്ക് എപ്പിജെനറ്റിക്സിലൂടെ ജെനറ്റിക് ഫാക്ടേഴ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. ജെനറ്റിക്സ് വൺ ഓഫ് ദ ഫാക്ടർ മാത്രമാണ്, നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടർ കൂടിയാണ്. രണ്ടാമത്തത് ഡയറ്റ് വിച്ച് ഈസ് ഇൻ എന്താണ് വിച്ച് ഹാസ് എ വെരി ഹൈ ഷുഗർ കണ്ടന്റ്, അല്ലെങ്കിൽ കാർബ് ബേസ്ഡ് ഷുഗർ. നമ്മുടെ വലിയ ശതമാനം ഷുഗർ പ്രോസസ്ഡ് ഡയറ്റ്, പ്രോസസ്ഡ് കാർബാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിക്കുന്ന ഇൻസൈറ്റുകളാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. പിന്നെ ക്രോണിക് സ്ട്രെസ്, നിതാന്തമായ മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ ഏറ്റവും വലിയ മറ്റൊരു പാൻഡമിക് നമ്മൾ പറയാൻ പറ്റുന്നതാണ് സ്ലീപ്പ് ചാലഞ്ചസ്, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്തെ കവലയിൽ പോകാൻ വണ്ടിയെടുത്ത് പോകുന്ന ആളുകളാണ്. മണിക്കൂറുകളോളം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഹോമിയോ ഡോക്ടർമാരൊക്കെ എത്രയോ മണിക്കൂർ ക്ലിനിക്കിൽ ഇരിക്കുന്ന ആളുകളാണ്. നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൊബിലൈസേഷൻ നമ്മുടെ ഭാഗത്തുണ്ടോ? എന്തുകൊണ്ട് 100 വയസ്സ് വരെ പോകുന്ന നമ്മുടെ ഒക്കിനാവയിലോ ലോമലൻഡയിലോ ഇക്കാരിയയിലോ അവിടെയൊക്കെയുള്ള ജനങ്ങൾ ജിമ്മിലൊന്നും പോകാറില്ല, പക്ഷെ ദേ ഡു ദിസ് ഫങ്ഷണൽ മൂവ്മെൻറ്റ്. അവർ നിരന്തരമായി അവരുടെ ശരീരം, അവരുടെ ജീവിതം അങ്ങനെ മൂവ്മെൻറ്റിലൂടെ ക്രമീകരിച്ചിരിക്കുകയാണ്. അവരുടെ ഓരോ കാര്യങ്ങളും ചലനത്തിലൂടെയാണ്. അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, വരുന്നത്, മീറ്റ് ചെയ്യുന്നത്, ഈവനിങ്ങിൽ അവരുടെ കമ്മ്യൂണിറ്റി മീറ്റിംഗ്, ഇങ്ങനെ പല രീതിയിലും നിരന്തരമായി മൂവ് ചെയ്യുന്നു. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എ വെരി ബിഗ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളത് വളരെ കുറവാണെന്നുള്ളത് നമ്മുടെ പെട്ടെന്ന് മുതുക്കന്മാരായി മാറാൻ ഒരു കാരണമാണ്. സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ, ലോ പെർസിസ്റ്റന്റ് ഇൻഫ്ലമേഷൻ, ഇത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരികയാണ്. പലതരം ഫുഡുകളുടെ സ്ട്രെസ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കാരണം, അതുപോലെ ഗട്ട് ഡിസ്ബയോസിസ് കാരണം നമുക്ക് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. എല്ലാ രോഗങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ ആണ്. അതിലും മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഉപരോധം. കോശങ്ങൾ, നമ്മുടെ സെല്ലുകൾ, അതായത് ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ട്, കോശങ്ങൾ ഇൻസുലിൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പലതരം റെസിസ്റ്റൻസിൻ്റെ ഒരു കാലത്താണ് നമ്മൾ. തൈറോയിഡ് റെസിസ്റ്റൻസ്, അങ്ങനെ പലതരം പുതിയ റെസിസ്റ്റൻസിനെ കുറിച്ച് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എ ഹ്യൂജ് ഇഷ്യൂ, വലിയൊരു പ്രശ്നമാണ്. സോ എങ്ങനെയാണ് നമുക്ക് മെറ്റബോളിക് ഏജ് മെച്ചപ്പെടുത്താൻ പറ്റുക? നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ പോവാണ്. എങ്ങനെയാണ്? അതിലൊന്ന് പ്രധാനപ്പെട്ട താരം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഒന്നാമത്തത് തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. രണ്ടാമത് നമ്മുടെ സ്ലീപ്പിന്റെ മാനേജ്മെന്റ് ആണ്, ഉറക്കത്തെ ക്രമീകരിക്കുക, സ്മാർട്ടായി തിന്നുക. നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. ഈറ്റ് സ്മാർട്ട്, നോ യുവർ ഫുഡ്, നോ യുവർ ബോഡി ആൻഡ് അലൈൻ യുവർ ഫുഡ് വിത്ത് ദ ഡിമാൻഡ് ഓഫ് യുവർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഡിമാൻഡ്സിനനുസരിച്ച് നമ്മുടെ ഫുഡിന്റെ പാറ്റേണിനെ മനസ്സിലാക്കിയിട്ട് അലൈൻ ചെയ്യുക. മൂവ് മോർ, പരമാവധി നമ്മുടെ ശരീരം ചലനാത്മകമാക്കുക.
ജീവൻ എന്ന് പറഞ്ഞാൽ ചലനമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചലനത്തിൻ്റെ അല്ല, ഓരോ ജീവികളും ചലിക്കുന്നതിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾക്ക് നമ്മുടെ പ്രായമാകുന്നതിൻ്റെ വേഗത കുറക്കാനും നിലവിലുള്ള പ്രായാവസ്ഥയിൽ നിന്ന് പിറകോട്ട് പോകാനും ഇത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്നുള്ള മെറ്റബോളിക് ഏജിൽ നിന്ന് അടുത്ത 2 വർഷം കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് പകരം പിറകോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഡാമേജിനെ റീവർക്ക് ചെയ്തിട്ട് വി ക്യാൻ ഈവൻ ഗോ ബാക്ക്. അതാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെയുള്ള യുവത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്ന് പറയുന്നത്. വി ക്യാൻ ഈവൻ റിവേഴ്സ് അവർ ഏജിങ് ടു സം എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുള്ള കൂടി ആണ് പുതിയ കാലത്തെ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. സോ അപ്പോൾ അതിന് നമുക്ക് വേണ്ട കുറേ സൂത്രങ്ങളിൽ ഒന്നാണ് ഉപവാസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ്. നമ്മൾക്ക് ഫാസ്റ്റിങ്ങിന് പലപ്പോഴും മൈൻഡ്, ബോഡി, സോൾ അങ്ങനെ പലതരം ലക്ഷ്യങ്ങളുണ്ട്. ഏതായാലും ഉപവാസത്തിൻ്റെ ലക്ഷ്യം ശരീരത്തിൻ്റെ ഭാരം കുറക്കലാവാം, പേശികളുടെ മസിൽ കൂട്ടലാവാം. മസിൽ കൂട്ടാനും ഉപവാസം ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നുള്ളതാണ്. ദീർഘായുസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ചർച്ച. അതാണ് എങ്ങനെ ഓജസ്സോടെ നമുക്ക് ദീർഘായുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ ജീവിക്കുക എന്നുള്ളതല്ല, ആരോഗ്യത്തോടെ കുറേ വർഷങ്ങൾ പരമാവധി ജീവിക്കുക എന്നുള്ളതാണ്. അത് എത്ര വർഷം എന്നുള്ളതിനേക്കാളും എത്ര വർഷം നമ്മൾക്ക് 90 വയസ്സാണെങ്കിൽ 90 വയസ്സിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ ആരോഗ്യമില്ലാതെ ഏന്തി വലിഞ്ഞഴഞ്ഞ് ഇന്നത്തെ നമ്മുടെ പല മരുന്നുകളിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ പല പുതിയ ചികിത്സാ രീതികൾ മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടിയിട്ടുണ്ട്. ഒരു 30-40 വർഷം മുമ്പുള്ള അവസ്ഥയല്ല. വി ആർ ലിവിങ് ലോങ്കർ ബട്ട് വിത്ത് ഓൾ ദ മോർബിഡിറ്റീസ്. മോർട്ടാലിറ്റിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നെങ്കിൽ മോർബിഡിറ്റി ഈസ് നോട്ട് മാനേജ്ഡ്. അപ്പോൾ മോർബിഡിറ്റിയോട് കൂടി നമ്മൾ പ്രായത്തിലേക്ക് പോകുന്നുണ്ട്. ബട്ട് അവർ ക്വസ്റ്റ്യൻ ഈസ് ഹൗ യങ് വി ക്യാൻ ലിവ് ലോങ്കർ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇത്. അപ്പോൾ അതിന് നമ്മൾക്ക് എന്ത് ടൈപ്പ് ഫാസ്റ്റിംഗ് ആണ് അതിന് വേണ്ടത്? ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വേണം. അതിൻ്റെ കൂടെ പീരിയോഡിക് ലോങ്ങർ ഫാസ്റ്റിംഗ് 24 hours ലോങ്ങർ പാറ്റേൺ ഫാസ്റ്റിംഗ് വേണം. ഹോർമോൺ ബാലൻസ് ചെയ്യണം. ഗട്ടിനെ നമ്മൾ നിയന്ത്രിക്കണം. ഇവിടെ നമ്മൾ ട്രീ കാണാം. ഈ മരത്തിൻ്റെ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ട്രീ ആണ്. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, ആർത്രൈറ്റിസ്, ഫാറ്റി ലിവർ, ഗൗട്ട്, ടൈപ്പ് 2 ഡയബറ്റീസ്, ഇതിൽ പറയാത്ത ടൈപ്പ് 3 ഡയബറ്റീസ്, അതായത് നമ്മുടെ എന്താ പറയുക ഡിമെൻഷ്യ, അൽഷിമേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഒബീസിറ്റി, PCOS, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഇതുപോലെ ഒരു പ്രീ ഡയബറ്റീസ് ക്ലാസിക്കലി. ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു റൂട്ട് കോസിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാം പിറകിൽ നമ്മൾ തപ്പിപ്പോയി നോക്കിയാൽ അതിൻ്റെ നാരായ വേര് കിടക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡെഡ്ലിയസ്റ്റ് വില്ലൻ നമുക്ക് അവിടെ കാണാം. സോ ഉപവാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുന്നതിലൂടെ എങ്ങനെ നമുക്ക് ആരോഗ്യത്തിൻ്റെ ഓവറോൾ ഒരു പ്രധാനപ്പെട്ട ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കാനുണ്ട്, കൺട്രോൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇസ് സെൻട്രൽ റൂട്ട് കോസ് ഓഫ് മെനി ഈവിൾസ്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ ശരിയാക്കുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ ഹോർമോണൽ കാരണം ഇൻസുലിൻ വിൽ സപ്രസ് മെനി ഗുഡ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റെറോൺസിനെ, ഈസ്ട്രജനെ, അതുപോലെ നമ്മുടെ അതുപോലെ കോർട്ടിസോൾ പോലുള്ള ചില മോശം ഹോർമോണുകൾ അത് കൂട്ടുകയും ചെയ്യും. അപ്പം ഒരു ഭാഗത്ത് നല്ല ഹോർമോണുകളെ താഴ്ത്തുന്നതിലും മറുഭാഗത്ത് സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടുന്നതിലും ഇൻസുലിൻ എന്ന് പറയുന്ന സംഭവത്തിന് പങ്കുണ്ട്. സോ വി നീഡ് ടു ഹലോ. സോ ഉപവാസത്തിൻ്റെ ഗുണങ്ങൾ ഒന്ന് ഓടിച്ച് പറയാം. വെയിറ്റ് ലോസ്, ബെറ്റർ എനർജി, ഹോർമോണൽ ബാലൻസ്, ഡൈജഷൻ, ഇൻഫ്ലമേഷൻ, ലോഞ്ചിവിറ്റി, ഗട്ട് റീസെറ്റ്, ഇതൊക്കെ നമുക്ക് പറ്റും. ഇനി നമ്മൾ ഉപവാസത്തിൻ്റെ പ്രോട്ടോകോൾ പോകുന്നതിന് മുമ്പ് കോൺട്രാ ഇൻഡിക്കേഷൻ. വി ആർ പ്രൊഫഷണൽസ്. നമ്മൾ പ്രൊഫഷണൽസ് ആണ്. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വി ഷുഡ് ലുക്ക് ഇൻ ടു ദ പെരിഫറൽ തിങ്സ് ലൈക്ക് ആരാണ് നല്ല കാൻഡിഡേറ്റ്, എന്ത് ടൈപ്പ് ഫാസ്റ്റിംഗ് ആണ് അയാൾക്ക് ചെയ്യാൻ പറ്റുക, ആരാണ് മോശം, ഹൂ ഷുഡ് ഡു ഇറ്റ് ആൻഡ് ഹൂ ഷുഡിൻ ഡു ഇറ്റ്, ആര് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് പ്രഗ്നൻ്റ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ദം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ. കാരണം കൂടുതൽ ന്യൂട്രിയൻസും കൂടുതൽ ഇതും ആവശ്യമുള്ള 2 പേരുടെ
ഡിമാൻഡുള്ള ഒരു സമയമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഹൈലി റെക്കമെൻഡഡ് ഫോർ ദം, എസ്പെഷ്യലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രൈമസ്റ്റർ. കുട്ടികളും ടീൻസിനും വിത്ത് സൂപ്പർവിഷൻ ഇറ്റ് ഈസ് റെക്കമെൻഡഡ്. ബട്ട് ചെറുപ്പം മുതലേ ഇപ്പം റമദാൻ നോമ്പൊക്കെ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം 8-ാം വയസ്സിലും 10-ാം വയസ്സിലും നോമ്പ് നോക്കിയ കുട്ടികളെ സംബന്ധിച്ചോളം ഫാസ്റ്റിംഗ് ഒരു വിഷയമല്ല. സോ അതൊരു ഭാഗത്ത്. ഹിസ്റ്ററി ഓഫ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അവിടെ പൂർണ്ണമായും ഫാസ്റ്റിംഗ് ഷുഡ് ബി സ്ട്രിക്ട്ലി അവോയ്ഡഡ്. അത്തരം ആളുകൾക്ക് നമ്മൾ ബുലീമിയ, എന്താ പറയുക, അല്ലെങ്കിൽ എനറോക്സിയ നെർവോസ ആൻഡ് മെനി അതർ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. പിന്നെ ടൈപ്പ് 1 ഓർ അൺകൺട്രോൾഡ് ഡയബറ്റീസ് 2 അല്ലെങ്കിൽ ടൈപ്പ് 1 അവിടെ അണ്ടർ സൂപ്പർവിഷൻ മാത്രമേ പാടുള്ളൂ. അതിന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ആണ് അവർക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇൻ്റർമീഡിയറ്റിനേക്കാളും ചിലപ്പം എന്താ പറയുക, കാലറി റെസ്ട്രിക്റ്റഡ് ഫാസ്റ്റിംഗ് ആണ് അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ചില മെഡിക്കേഷൻസ് അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ ഫ്രെയിൽ ആയിട്ടുള്ള ആളുകൾ, മെലിഞ്ഞിട്ടുള്ള ആളുകൾ, പല രീതിയിലുള്ള മാൽന്യൂട്രീഷനുള്ള ആളുകൾ, അഡ്രിനൽ എന്താ പറയുക ഫെറ്റീഗ് പോലുള്ള ആളുകൾ, ക്യാൻസർ പോലുള്ള ഭീകരമായ രോഗങ്ങളുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്ക് പിന്നെ ഫാസ്റ്റിംഗ് അഡ്വൈസബിൾ അല്ല. ഇനി ഫാസ്റ്റിംഗ് 4 ആഴ്ചത്തെ ഒരു ഫാസ്റ്റിംഗ് ചാലഞ്ച് പ്രോട്ടോക്കോളിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആർ യു ഓൾ റെഡി ഫോർ ദാറ്റ്? 4 ആഴ്ച, ഓരോ ആഴ്ചയിലും നമ്മൾ എങ്ങനെ ഫാസ്റ്റിങ്ങിനെ ക്രമീകരിച്ച് ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകളല്ലാത്ത ആളുകൾക്ക്, നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകൾക്ക് വേറെ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് ഒരു നോർമൽ എന്താണ് ആളുകൾ, ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ പെടാത്ത അല്ല അതിൽ വലിയ ചാലഞ്ചുകളില്ലാത്ത ആളുകൾക്ക് ചെയ്യാവുന്ന ഫാസ്റ്റിങ്ങിൻ്റെ 4 ആഴ്ചകളുടെ ഒരു പ്രോട്ടോകോളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വീക്ക് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 12 അവർ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആൾമോസ്റ്റ് എല്ലാവരും ചിലപ്പോൾ ഓൾറെഡി 12 അവർ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ 2-ാമത്തെ ആഴ്ചയിൽ അത് നമ്മൾ ഇച്ചിരിയും കൂടി നമ്മൾ ഈ ഈറ്റിംഗ് വിൻഡോ ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടി 14 മണിക്കൂറിലേക്കും, 3-ാമത്തെ ആഴ്ച അത് 16 മണിക്കൂറിലേക്കും, പിന്നീട് അത് 18-ഓ 20-ഓ മണിക്കൂർ, പലതരം ഫ്ലെക്സിബിൾ മോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ നമ്മളത് ഓരോ ഇതിനെയും നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കാം. വീക്ക് 1 അതിന് നമുക്ക് ഫൗണ്ടേഷൻ ഫേസ് എന്ന് പറയാം. ഒത്തിരി ഫാസ്റ്റിംഗ് ചെയ്ത് ശീലമില്ലാത്ത ആളുകൾക്ക് ഈ പറയുന്ന ഒരു 10-ഓ അല്ലെങ്കിൽ 12-ഓ മണിക്കൂറുള്ള ഒരു ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ നിലവിലുള്ള ഇനി ഒരു 10 മണിക്കൂർ ഭക്ഷണം കഴിക്കാത്ത ആളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് യു വർക്ക് ഓൺ യുവർ ക്വാളിറ്റി ഓഫ് ഫുഡ്. അവിടെ പിന്നെ പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കുക, ഷുഗറി സ്നാക്സ് ഒഴിവാക്കുക, ഫിസി ഡ്രിങ്ക്സ് മാത്രം ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു 10 മണിക്കൂർ നോർമൽ ഫാസ്റ്റിങ്ങിൽ തുടങ്ങിയിട്ട്, ഇവിടെ നമ്മൾ ചില ആർട്ടിക്കിൾസ് ഒഴിവാക്കുകയാണ്. ടൈം റെസ്ട്രിക്ഷൻ നമ്മൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ ഫൗണ്ടേഷൻ നമ്മൾ ക്രമീകരിച്ച ശേഷം നമ്മൾ 12 മണിക്കൂറിലേക്ക് പോകുന്നു. 2-3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം 12 മണിക്കൂറിലേക്ക് പോകുന്നു. കീപ്പിംഗ് ദിസ് വില്ലൻ ഫുഡ് അബേ, നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നില്ല. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു 12 മണിക്കൂറിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസേഷൻ വരുന്നു. അത് ഒരു ഡീപ്പ് ആൻഡ് ഫാസ്റ്റിങ്ങിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. വലിയ 14 മണിക്കൂറിലേക്കും 16 മണിക്കൂറിലേക്കും പോകാനുള്ള ഏറ്റവും നല്ല ചവിട്ടുപടിയാണ് ഈ 12 മണിക്കൂർ ഫാസ്റ്റിംഗ്. അവിടെ നമ്മൾ കൺസിസ്റ്റൻസിയാണ് പ്രധാനം. അടുത്തത് നമ്മൾ വീക്ക് 2 ആണ്. ഒരു മിഡ് മോർണിംഗിൽ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നിക്കൽ നമ്മുടെ രാത്രി ഫുഡ് ഡിന്നർ നേരത്തെ ആക്കുന്നു, അല്ലെങ്കിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ലേറ്റ് ആക്കുന്നു. ഇങ്ങനെ നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോ കൂട്ടിയിട്ട് 2-ാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 14 അവേഴ്സിലേക്ക് പോകുമ്പോൾ ബാലൻസ്ഡ് മീലാണ് നമ്മൾ എടുക്കുന്നത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, എസ്പെഷ്യലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരു ബാലൻസ്ഡ് ഫാറ്റ് പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കാർബ് നമ്മൾ പരമാവധി ബ്രേക്ക്ഫാസ്റ്റിൽ കുറക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഘട്ടം. അവിടെ നമ്മൾ ബോഡി ഫാറ്റ് അഡാപ്റ്റേഷനിലേക്കും ഇൻസുലിൻ റീസെറ്റിലേക്കും പോകുന്നു എന്നുള്ളതാണ് 14 മണിക്കൂർ മുതൽ അങ്ങോട്ടുള്ള ഫാസ്റ്റിങ്ങിൻ്റെ. 14 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, 10 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഈറ്റിംഗ് വിൻഡോ ഈസ് 10 hours. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് 2 ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള സമയമാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ രാത്രി ഭക്ഷണം നേരത്തെ ആക്കിയിട്ടോ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് വൈകിച്ചിട്ടോ നമുക്ക് 14 മണിക്കൂറിലേക്ക് എത്താൻ പറ്റും. ബാലൻസ് മീലിലേക്ക് പോവുക. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി എയ്തർ ഫാറ്റ്, പ്രിഫറബിളി ഫാറ്റ്, ആൻഡ് യു ക്യാൻ ഹാവ് സം പ്രോട്ടീൻ. അതാണ് ഏറ്റവും നല്ല മോഡൽ. ഓഫ് കോഴ്സ് ആ ഘട്ടത്തിൽ നമ്മൾക്ക് അതിൻ്റെ കൂടെ മോർണിംഗ് വാക്ക്, യോഗ അതുപോലുള്ള ചില ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യാത്തവരാണെങ്കിൽ, ചെയ്യുന്നവരത് കണ്ടിന്യൂ ചെയ്യുക.
ഇനി നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അവരുടെ ആക്ടിവിറ്റി ടോളറൻസ് കൂട്ടാം. ഒന്നും കൂടി നന്നായ രീതിയിൽ ഇപ്പം നിങ്ങൾ 5000 സ്റ്റെപ്പ് നടക്കുന്നതാണെങ്കിൽ അത് 8000 സ്റ്റെപ്പ് ആക്കാം. ഈവൻ വീക്ക് 2 തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെസ് ടോളറൻസ് കൂട്ടാം. വീക്ക് 3 പോകുമ്പോൾ ക്ലാസിക്കൽ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ വീക്ക് 3 അതിന് നമ്മൾ പലപ്പോഴും 16 മണിക്കൂർ, രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പരമാവധി നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു രീതി. രാത്രി ഫുഡ് നേരത്തെ ആക്കുന്നത് മറ്റൊരു രീതിയാണ്. അല്ലെങ്കിൽ രണ്ടും നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് അതിനെ ക്രമീകരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫറബിളി പ്രോട്ടീൻ ആൻഡ് വിത്ത് ഫൈബർ വിത്ത് ഗുഡ് ക്വാളിറ്റി ഫാറ്റ്. പിന്നെ ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ലോങ്ങർ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഫാസ്റ്റിങ്ങിൽ ഈവൻ നമ്മൾ ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ലോങ്ങർ ഫാസ്റ്റിങ്ങിൽ പോകുമ്പം ബെറ്റർ ടു ഹാവ് സം ഹൈഡ്രേഷൻ വിത്ത് നമ്മുടെ മിനറൽ സോൾട്ട് കണ്ടന്റ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. മിനറൽ ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഹങ്കർ ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യാം. അതുപോലെ ലൈറ്റ് ഫാസ്റ്റിംഗ് വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാം. അതേസമയത്ത് ഫാസ്റ്റിംഗ് വർക്കൗട്ട് നമ്മൾ കൂടുതൽ ഫാസ്റ്റിങ്ങിലേക്ക് വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കണം എന്നാണ് പറയാറ്. നമ്മൾ ഈ 24 hours പോകുമ്പം വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി തുടക്കത്തിലൊക്കെ കുറക്കണം, മെല്ലെ മെല്ലെ കൂട്ടാനേ പാടുള്ളൂ. നമ്മൾ 4th പോകുമ്പോൾ ഇറ്റ് ഈസ് പേഴ്സണലൈസ്ഡ്, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള, കൂടുതൽ വലിയ മെറ്റബോളിക്, പ്രത്യേകിച്ച് നമ്മൾ ഏജ് റിവേഴ്സിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ്. പല രീതിയിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള സംഭവങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് 24 hours ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ 22 hours ഫാസ്റ്റ്, എസ്പെഷ്യലി ഓട്ടോഫേജി പോലുള്ള ശരീരത്തിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് ഇത്തരം ലോങ്ങർ ഫാസ്റ്റിങ്ങിലാണ്. ഓട്ടോഫേജിയുടെ ട്രെമൻഡസ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ വി ഷുഡ് ഗോ ഫോർ ബിയോണ്ട് 18 hours, അല്ലെങ്കിൽ 16 hours ഡ്രൈ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോഫേജി കിട്ടും. സോ ദാറ്റ് ഈസ് വൺ തിങ് വി നീഡ് ടു ഡു. അവിടുത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റിജിഡ് ആക്കുക, സസ്റ്റൈനബിൾ ആക്കുക, പീരിയോഡിക് ആക്കുക. എല്ലാവരും 24 hours ഡെയിലി ചെയ്യാൻ പാടില്ല. സോ നമ്മൾ 16 hours റെഗുലർ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരാൾക്ക് മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ 24 hours എടുക്കാം, അല്ലെങ്കിൽ 1 meal a day ചെയ്യാം. ഇതാണ് 4ാമത്തെ അതിൻ്റെ ഘട്ടം. അപ്പോൾ നമ്മൾ പൊതുവേ ഇത് ചെയ്യേണ്ടത് 12-12 രീതിയിൽ തുടങ്ങുക, എന്നിട്ട് മെല്ലെ 14-16-8 എന്ന് പറയുന്ന, അതായത് ക്ലാസിക്കൽ ഫാസ്റ്റിങ്ങിലേക്ക് പോവാം. 12 നിന്ന് 14 മണിക്കൂറിലേക്ക് ഫാസ്റ്റിംഗ് ഡ്യൂറേഷൻ കൂട്ടുക, പിന്നെ 16 മണിക്കൂറിലേക്ക് 18-20 hours, അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് കൂട്ടിയിട്ട് നമ്മുടെ ഫാസ്റ്റിംഗ് ടോളറൻസ് കൂട്ടാൻ പറ്റും. ഫാസ്റ്റിംഗ് ലോങ്ങർ ദ ഫാസ്റ്റിംഗ് ബെറ്റർ ദ മെറ്റബോളിക് ബെനിഫിറ്റ്സ്. അത് അവിടെയും ബ്രാക്കറ്റിൽ പറയുന്നത് ഡിപ്പെൻഡ്സ് ദ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ഈസ് ഡിസൈഡഡ്. എല്ലാവർക്കും ഒരേ നിയമങ്ങളല്ല. പിന്നെ എക്സ്ട്രീം ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനേക്കാളും കൺസിസ്റ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് പ്രധാനം. അതുപോലെ വി ഷുഡ് നോട്ട് ജംപ്, സ്റ്റാർട്ട് ലോ ആൻഡ് സ്ലോ ഓൾവേസ്. ചെറുതായിട്ട് തുടങ്ങുക, മെല്ലെ മെല്ലെ കൂട്ടുക, മെല്ലെ മെല്ലെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. ആൻഡ് വി ഷുഡ് ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ അടുത്തത് ഫാസ്റ്റിങ്ങിൻ്റെ ഗോൾസ് നമ്മൾ പറഞ്ഞു. ആൻറ്റി ഏജിങ്ങിന് ലോങ്ങർ ഫാസ്റ്റിംഗ് 16+ hours ആണ്, വെയിറ്റ് ലോസിനും 16+ hours വേണം. ഇനി ബ്രെയിൻ ഹെൽത്ത്, നമ്മൾക്ക് പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഏർലി ഡിമെൻഷ്യ വരാം, അല്ലെങ്കിൽ ബോർഡർ ലൈൻ ഡിമെൻഷ്യ ഇത് വരാം, അങ്ങനെ പല രീതിയിലുള്ള മെമ്മറി ലോസുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രെയിനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് 18 hours ഫാസ്റ്റിംഗ് ഈസ് എ വണ്ടർഫുൾ തിങ്. അതുപോലെ ലോങ്ങർ ഫാസ്റ്റിംഗ് വിൽ വാസ് കീറ്റോൺ ഈസ് എ ബ്രെയിൻ ഫുഡ്. ബ്രെയിൻ വിൽ ഡീടോക്സ് ഇറ്റ് സെൽഫ് ബൈ ഓട്ടോഫേജിയിലൂടെയും അതുപോലെ ഈ പറയുന്ന കീറ്റോൺ ഡയറ്റിലൂടെയും. ബ്രെയിനിന് ഏറ്റവും നല്ല ഒരു ഫുഡാണ് കീറ്റോൺസ്. അങ്ങനെ നമുക്ക് ബ്രെയിൻ ഹെൽത്ത് കൂട്ടാൻ പറ്റും. അതുപോലെ ഹോർമോൺ ബാലൻസിലൂടെയും നമുക്ക് ബ്രെയിൻ ഹെൽത്ത് കൂട്ടാൻ പറ്റും, ഓവറോൾ ഹെൽത്ത് കൂട്ടാൻ പറ്റും. സോ ഇതാണ് പ്രധാനപ്പെട്ട ഫാസ്റ്റിംഗ് പ്രോട്ടോകോൾ. ഇനി ഹോർമോൺ ബാലൻസ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഫാസ്റ്റിംഗ് പ്രോട്ടോകോൾ ഫോർ ഹോർമോൺ ബാലൻസ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും പലതരം ഹോർമോണൽ ചാലഞ്ചസ് നമ്മൾ നേരിടുന്നുണ്ട്. ഡയറ്റിലൂടെയും അല്ലാതെയുള്ള ടോക്സിക് ഇൻഫ്ലുവൻസ് കാരണം, നമ്മുടെ അല്ലെങ്കിൽ ഗട്ട് ഡിസ്ബയോസിസ് കാരണം ഹോർമോൺ തകർച്ചയിലാണ്, ഹോർമോൺ ഇംബാലൻസ് ആണ്. അപ്പോൾ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാൻ ഫാസ്റ്റിംഗ് ഈസ് എ വണ്ടർഫുൾ പ്രോട്ടോകോൾ. വളരെ നല്ലൊരു രീതിയാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ബ്ലഡ് ഷുഗറിനെയും നിയന്ത്രിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ 15-8 ഫാസ്റ്റിംഗ് ഈസ് 1.
അനദർ വൺ ഈസ് 5 to 5 ദിവസം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു, 2 ദിവസം നോർമൽ ഫുഡ്. ഇങ്ങനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അവിടെ നമ്മൾ ടൈം റെസ്ട്രിക്റ്റഡ് അല്ല, വേറൊരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ആണത്. അവിടെ നമ്മൾക്ക് 5 പ്രോട്ടോകോൾ എടുക്കുന്ന ആൾക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 ഈസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾ, നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ വെച്ചിട്ടില്ല. ബട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബ്ലഡ് ഷുഗറിനും 5 ഈസ് ഓൾസോ വെരി പവർഫുൾ മോഡൽ. പിന്നെ തൈറോയിഡ് സപ്പോർട്ട് ഉണ്ട്. അവിടെ 14 hours പോലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അഡ്വാൻസ്ഡ് ഫാസ്റ്റിങ്ങോ അല്ല. പിന്നെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, ഡയബറ്റിസ് പോലെ തന്നെയുള്ള രോഗമാണ്. അവിടെയും 16-5-2 ഫാസ്റ്റിംഗ് ആണ് വേണ്ടത്. മെനോപോസൽ അഗെയിൻ 16-8 ഇപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ ഫാസ്റ്റിംഗ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫാസ്റ്റിംഗ്, ദാറ്റ് ഈസ് നോട്ട് ടൈം റെസ്ട്രിക്റ്റഡ്. ഓൾട്ടർനേറ്റ് നമ്മൾ 5-2 പറയുന്ന പോലെ കാലറി റെസ്ട്രിക്റ്റഡ് ഫാസ്റ്റിംഗ് ആണ് അവിടെ ചെയ്യാറുള്ളത്. ഓൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ 16-8 ഫാസ്റ്റിംഗ് ചെയ്യാം. സ്ട്രെസ് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും കോർട്ടിസോൾ പോലുള്ള സംഭവങ്ങളെ നിയന്ത്രിക്കാനും 12-12 പോലുള്ള ജെൻറൽ ഫാസ്റ്റിംഗ് മതി. മറ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് തെറാപ്പീസ് അതിൻ്റെ കൂടെ ആവശ്യമാണ്. ലൈക്ക് യോഗ പോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, മെഡിറ്റേഷൻ, അതുപോലെ ഉള്ള കാര്യങ്ങളിലൂടെ അതിനെ നമ്മൾ നിയന്ത്രിക്കാം. ചില നല്ല ഫുഡുകളിലൂടെ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ ആണുങ്ങളുടെ കാര്യത്തിൽ 16-24 hours പോലുള്ള ചില ഫാസ്റ്റിങ്ങിലൂടെ യു ക്യാൻ റെഗുലേറ്റ് യുവർ ടെസ്റ്റോസ്റ്ററോൺ. എസ്പെഷ്യലി ലോങ്ങർ ഫാസ്റ്റ് ക്യാൻ ക്ലെൻസ് യുവർ ബോഡി, ഡീടോക്സ് ചെയ്യും. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ, ഇൻസുലിന് വളരെ ഇൻസുലിൻ കൺട്രോൾ ആയാൽ ടെസ്റ്റോസ്റ്ററോൺ വിൽ കം അപ്പ്. അത് വളരെ കോർട്ടിസോൾ താഴോട്ട് പോകും, ടെസ്റ്റോസ്റ്ററോൺ മുകളിലേക്ക് വരും. ഇൻസുലിൻ ഈസ് ദ പൈവട്ടൽ റോൾ ഇൻ ദർ. അപ്പോൾ ഇൻസുലിനെ നിയന്ത്രിക്കാനുള്ള പ്രോട്ടോക്കോളാണ് 16-8. അതുപോലെ 24 പോകുമ്പോൾ നമ്മുടെ ഓട്ടോഫേജി അടക്കം അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ഗിവ് യു എ ബെറ്റർ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ. 45-50-55 വയസ്സ് കഴിയുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് 16-8 or 18 hours ഫാസ്റ്റിംഗ്, 20 hours ഫാസ്റ്റിംഗ് ആൻഡ് ഓൾ. പിന്നെ ജെൻറൽ ഫാസ്റ്റിംഗ് ഇൻ ഹോമോൺ, ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഹോർമോൺ സ്റ്റെബിലൈസ് ചെയ്യാൻ ചെയ്യേണ്ടത് 12 പോലുള്ള 12-12 പോലുള്ള ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ 14-10 പോലുള്ള ഫാസ്റ്റിംഗ്. ഇൻ കേസ് ഓഫ് ഡയബറ്റിസ് പോലുള്ള അഡ്വാൻസ് പത്തോളജിയിലാണെങ്കിൽ 16 hours ഫാസ്റ്റിംഗ്. ടെസ്റ്റോസ്റ്ററോൺ പോലുള്ളതാണെങ്കിൽ 20+ hours ഫാസ്റ്റിംഗ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ഏജുള്ള സ്ത്രീകൾക്ക് പലപ്പോഴും ഫാസ്റ്റിംഗ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ പ്രോജസ്റ്ററോൺ സമയത്ത് വലിയ ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. ഈസ്ട്രജൻ ഫേസിൽ ദേ ക്യാൻ ഡു ഫാസ്റ്റിംഗ്, ലോങ്ങർ ഫാസ്റ്റിംഗ്. ബിഗിനേഴ്സ് എന്നൊക്കെ എന്താണ് ജെൻറൽ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ അവിടെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പിന്നെ ഇൻസുലിൻ ലെവൽ ഇത് കുറക്കുന്നു. ലെപ്റ്റിൻ പോലുള്ള ഹങ്കർ ബാലൻസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ 2 തരം ഹോർമോൺസ് ഉണ്ട്. ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മളോട് പറയുന്നത്, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. ലെപ്റ്റിൻ നമുക്ക് സാറ്റേറ്റ് ചെയ്ത് നമുക്ക് ഹാപ്പിനെസ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റിൻ ലെവൽ കൂടും, വിശന്നിരിക്കുമ്പോൾ ഗ്രലിൻ ലെവൽ കൂടും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് പലതരം പ്രശ്നങ്ങളുണ്ട്. ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലെപ്റ്റിൻ ഗ്രലിൻ ബാലൻസ് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ ഓവർ സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫീമെയിൽ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ദേ നീഡ് ടു ബി വെരി കോഷ്യസ്. പിന്നെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ രണ്ടാമത്തത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ സെക്സ് ഹോർമോൺസിൻ്റെ ഈസ്ട്രജൻ്റെയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയൊക്കെ ഇത് എന്താണ് പെർഫോമൻസ് കൂട്ടുന്നു. ഗ്രോത്ത് ഹോർമോൺസിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ടീൻസിൻ്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിക്കലി ടീൻസ് അല്ലെങ്കിൽ ഒരു 14, 16, 17 വയസ്സിലുള്ള കുട്ടികൾക്ക് ഹൈ മെറ്റബോളിക് ഡിമാൻഡുള്ള ആളുകൾ ഫാസ്റ്റിംഗ് ചെയ്യരുത് എന്ന് പറയാറുണ്ടെങ്കിലും ഇന്ന് പറയുന്നത് they can have controlled fasting with supervision that will help them to grow better എന്നുള്ള ഒരു പുതിയ എന്താണ് കണ്ടെത്തലുകളും കൂടെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാർബ്സ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ദിസ് ഈസ് നോട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ക്ലാസിക്കലി ഇത് കാർബ് സൈക്ലിംഗ് എന്ന് പറയുന്ന കാർബൊക്കെ കഴിച്ചുകൊണ്ടുള്ള, പലപ്പോഴും ഇത് യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ പോലുള്ള ടീൻസ് അല്ലെങ്കിൽ യങ് അഡൽട്ടിന് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് റെക്കമെൻഡഡ് അല്ല. അപ്പോൾ അവിടെ പല രീതിയിലും കാർബ് സൈക്ലിംഗ് നടക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്.
ഇത് ഒരാഴ്ചയിൽ എങ്ങനെ നമുക്ക് കാർബ് സൈക്ലിങ്ങിലൂടെ നമുക്ക് ഫാസ്റ്റിംഗ് റെഗുലേറ്റ് ചെയ്യാം, നമ്മുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാം. ഇപ്പം മൺഡേ നമ്മൾ ലോ കാർബിലേക്ക് പോകുന്നു, അറൌണ്ട് 10% ഓഫ് കാർബ് ആൻഡ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് മോർ. അങ്ങനെ നമുക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യണം? റെസ്റ്റ് ആണ്. ലോ കാർബ് ദിവസങ്ങളിൽ റെസ്റ്റ് ആണ്. മോഡറേറ്റ് കാർബ് അണ്ടർ 40% നമ്മുടെ മാക്രോ കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ, 40% കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഒരു ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഹിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ബട്ട് ഹെവി റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യാൻ പാടില്ല. അടുത്ത ദിവസം നമ്മൾക്ക് 40 to 60 വരെ നമുക്ക് കാർബ് കഴിക്കാവുന്ന ദിവസങ്ങളുണ്ടാവും. അന്ന് നമ്മൾ ഹെവി എക്സസൈസ് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ ലോ കാർബിലേക്ക് പോകുമ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെയാണ്. പിന്നെ ഇനി ഒരാൾ യോഗ ചെയ്യുന്നവർക്ക് ദേ ക്യാൻ ഗോ ഫോർ കാർഡിയോ അഗെയിൻ ഓൺ ദ 4th ഡേ. മോഡറേറ്റ് 5-ാം ദിവസം ആകുമ്പോൾ നമുക്ക് ഫുൾ ബോഡി സെക്യൂർ എക്സസൈസ് ചെയ്യാം. അടുത്തത് 60 എന്താ പറയുക, ഹൈ കാർബ് ഡേ ആണ്. ആ സമയത്ത് നമുക്ക് അത്യാവശ്യം കാർബ് ബേസ്ഡ് ഫുഡ് ആവാം. അന്ന് നമുക്ക് ഹെവി റെസിസ്റ്റൻസ് എക്സസൈസോ അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന സോൺ 4 എക്സസൈസ്, സോൺ 3 എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. പല രീതിയിലുള്ള ഹെവി എക്സസൈസ് നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൻ്റെ. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വളരെ ചുരുക്കി വെച്ചത്, നമുക്ക് ഡിസ്കഷൻ പലപ്പോഴും നടക്കാറില്ല. ഇന്ന് ഞാൻ ഡിസ്കഷൻ റൂം വെച്ചിട്ട് കുറച്ച് സ്ലൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് us get into discussion forum. So now I ask you to move to the discussion thing. Thank you. നിങ്ങളുടെ ഇൻസൈറ്റുകൾ ഇവിടെ ഷെയർ ചെയ്യാം. ഡോക്ടർ പറഞ്ഞത് ഇനി ഡിസ്കഷനിലേക്ക് പോകാം എന്നാണ്. Yes. ഡിസ്കഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഇന്ന് ജനറൽ ആയിട്ടുള്ള വിഷയമാണ്. ഡോക്ടേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. നമ്മുടെ വേണുഗോപാൽ റെഡ്ഡിയാർ സാറ് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്തേ സാറേ. റീസൺ ഞാൻ ഈ ടോക്ക് വളരെ കെയർഫുൾ ആയിട്ട് ക്ലോസ് ആയിട്ട് വെച്ചാൽ ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പല വെബിനാറുകളും കേൾക്കുന്നത് കൊണ്ടാണ് ഞാനിത് വരുന്നത്. മൈ ഒപ്പീനിയൻ ഈസ് ബേസ്ഡ് ഓൺ മൈ ഓൺ മെഡിക്കൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ഞാൻ ഒരു 50 കൊല്ലമായിട്ട് അലോപ്പതി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ എം അഗൈൻസ്റ്റ് എനി അതർ സിസ്റ്റം. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ പറഞ്ഞാണ്, ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അപ്പീൽസ് ഗുഡ്. പക്ഷേ നമ്മുടെ മെറ്റബോളിക് ഏജ് കൺട്രോൾ ചെയ്യാനായിട്ട്, ഇപ്പം എൻ്റെ മെറ്റബോളിക് ഏജ് ജസ്റ്റ് ഒരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ വേറൊരു ഏജിങ് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഒരു 1 day കോൺഫറൻസ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അവരെല്ലാം കുറേ അസസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലഡ് ഷുഗർ, A1C, കൊളസ്ട്രോൾ, അത് എല്ലാത്തിനും. അതിൻ്റെ കൂടെ ഈ മെറ്റബോളിക് ഏജിൻ്റെയും. ഓക്കെ, വൈ നോട്ട്? എൻ്റെ മെറ്റബോളിക് ഏജ് 58, എൻ്റെ ആക്ച്വൽ ഏജ് ക്രോണോളജിക്കൽ ഏജ് 73. ഞാൻ എന്തെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. യു ആർ ഓൾറെഡി മെൻഷൻഡ് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇപ്പോൾ അവിടെ കാര്യമായിട്ട് നടക്കുന്നില്ല. നല്ലൊരു ശതമാനം സ്ട്രെസ് വലിച്ചു വാരി കയറ്റി വെക്കുകയാണ് ലൈഫിൽ. സ്ട്രെസ് അതിലേ പൊക്കഴിഞ്ഞാൽ അതിനെ പിടിച്ച് വലിച്ചു കയറ്റും. അതാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത എല്ലാ പരിപാടിയും ചെയ്ത് സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് മെറ്റബോളിക് ഏജ് എല്ലാം കുളമാവും. പിന്നെ നമ്മുടെ ഡയറ്റ്, ഷുഗർ നേരത്തെ പറഞ്ഞു, വേറെ കുറേതൊക്കെ. ഞാൻ വന്നിട്ട് ഐ വാച്ച് വാട്ട് ഐ ഈറ്റ്. എൻ്റെ വായിക്കകത്ത് വേറെ ആരും കൊണ്ടൊന്നും ഭക്ഷണം കയറ്റി തരുന്നില്ല കേട്ടോ. നിങ്ങളുടെ വായിക്കകത്തും ആരും കൊണ്ടൊന്ന് അടിച്ചേപ്പി കേൾക്കുന്നില്ല. പക്ഷെ എന്താ ചെയ്യുന്നത്? എല്ലാം കഴിക്കുന്നതെല്ലാം ജങ്ക് ഫുഡാണ്. എന്നിട്ട് കൊച്ചു പിള്ളേരെ നാശമാക്കും, മക്കളെയും ചെറുമക്കളെയും. ഉള്ള പിസ്സ, ഐസ്ക്രീം എല്ലാം വായിച്ച്, മറ്റേ പെപ്സി, കോക്ക്
ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരുടെ മെറ്റബോളിക് ഏജ് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും 15 വയസ്സുള്ള കുട്ടിയുടെയൊക്കെ മെറ്റബോളിക് ഏജ് മിക്കവാറും 30 വയസ്സായിരിക്കും. യെസ്, ഐ എം ഷുവർ അതെ, അല്ലേ? വെരി ട്രൂ. സോ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, വാച്ച് യുവർ ഡയറ്റ്. ജിമ്മിലൊന്നും പോണ്ട എക്സസൈസിന് ഐ വാക്ക് എവറി ഡേ 30 മിനിറ്റ്സ്. 30 മിനിറ്റ് ഒന്ന് ബ്രിസ്ക് ആയിട്ട് നടക്കും. ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഒന്നും പോകാറില്ല. ആൻഡ് ഉറക്കം കുറഞ്ഞത് ഒരു between 6 to 8 hours ഓഫ് സ്ലീപ്പ്. ഇത്രയും മാത്രം ചെയ്താൽ മതി, നന്നായിട്ട് വരും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ചിലത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് മൾട്ടിപ്പിൾ മെഡിസിൻസിൽ കഴിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചില 1/2 ഡസൻ മുതൽ 1 ഡസൻ വരെ മരുന്ന് കഴിക്കുന്നവരാണ്. അപ്പം ആ ഫാസ്റ്റിങ്ങും ആ മരുന്ന് കഴിക്കുന്നതും ആ സമയത്ത് കഴിക്കുന്നില്ല, ടൈമിലി മെഡിസിൻ എടുക്കുന്നില്ല, യെസ്, ദാറ്റ് ഈസ് റിസ്കി. വളരെ റിസ്കിയാണ്. അത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം സാറേ. എന്തായാലും കുറച്ച് അഭിപ്രായങ്ങൾ, സാറിന്റെ വ്യക്തിഗതമായ അഭിപ്രായങ്ങളും അതിൽ പരീക്ഷിച്ച കാര്യങ്ങളും പറഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ ഇനി താങ്ക് യു ഡോക്ടർ വേണുഗോപാൽ. ഇറ്റ് വാസ് ഇൻസൈറ്റ്ഫുൾ. പ്രത്യേകിച്ച് നമ്മൾ ഇതിലൊക്കെ ഇത്തരം ടൂളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതൊന്നും ചെയ്യാത്ത ഒക്കിനാവയും സർദീനിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഫാസ്റ്റിംഗ് ചെയ്യാത്ത, ജിമ്മിൽ പോകാത്ത ആളുകൾ 95 വയസ്സിലും 100 വയസ്സിലും ഡാൻസ് ചെയ്യുകയും കുന്നു കയറുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സിനാരിയോ, ഒരു സംശയവും. They wash their food, they have their own protocol. 9 ബ്ലൂ സോൺ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്ത ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സിനാരിയോ. ഈ പറയുന്ന വൈറ്റമിൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ജിമ്മോ വർക്കൗട്ടോ ഒന്നും അല്ല. ഫങ്ഷണൽ മൂവ്മെൻറ്റ്, അതായത് ഇവിടെ ജിമ്മിന് പോകുന്നതിനും വി ഷുഡ് ഡു ഫങ്ഷണൽ മൂവ്മെൻറ്റ്. സാറ് പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് നടക്കുക, ആ പ്രകൃതിയിൽ ഇറങ്ങുക. നമ്മൾ ശുദ്ധമായി നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും പുറത്ത് നമ്മൾ ശുദ്ധമായി, കാരണം ഡിവൈസസ് ആർ അവൈലബിൾ. ചില ഡിവൈസസ് നമുക്ക് വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെ പൊല്യൂഷൻ നമ്മൾ കാണിക്കുന്ന എസ്പെഷ്യലി കാർബൺ ഡയോക്സൈഡ് പൊല്യൂഷൻ ആൻഡ് മെനി അതർ തിങ്. അപ്പോൾ അതിൽ നമ്മൾ വീട്ടിനകത്ത് 2000 ppb ആണെങ്കിൽ വെളിയിൽ പോകുമ്പോൾ അത് സെക്കൻഡ് കൊണ്ട് 200-300 ppb മാറുന്നു. ആമസോണിലൊക്കെ ഇത്തരം ഡിവൈസസ് അവൈലബിൾ ആണ്. സോ ഫങ്ഷണൽ മൂവ്മെൻറ്റ്, ഇപ്പം ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞതുപോലെ, ഇപ്പം താങ്കൾ യു ആർ എ വണ്ടർഫുൾ എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഈ പറയുന്ന ഒരു ഫാസ്റ്റിംഗ് ഇതൊന്നും, ഫാസ്റ്റിംഗ് ക്യാൻ ബി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യാത്ര ഒന്നുകൂടി ഓഗ്മെൻറ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് ന്യൂട്രി ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വളർന്നു വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില അറിവുകളാണ്. സിറ്റിയിൽ താമസിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് സമയം കിട്ടാത്ത വെപ്രാളക്കാരുടെ മരുന്നുകളാണ് ഈ പറഞ്ഞതൊക്കെ. നല്ല ഒരു ബാലൻസ്ഡ് ലൈഫ് ജീവിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഒരു ജിമ്മിൻ്റെ ആവശ്യമില്ല. യു ആർ ദ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഐ റിയലി താങ്കിങ് യു ഫോർ യുവർ ഇൻപുട്ട് ഇൻ ദിസ്. താങ്ക് യു സോ മച്ച്. നജീബ് ജി, നിങ്ങളുടെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ നിന്ന് ഇട്ടേക്കണേ. അടുത്തത് നമ്മുടെ സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. സാർ, ഇതിനകത്ത് ഞാനൊരു തർക്കത്തിനായിട്ട് വിഷയം എടുത്തതല്ല. ആരോഗ്യത്തിന് നല്ലത് കുറേശ്ശെ കഴിക്കുന്നതാണെന്ന് പറയുന്നതും, അതേസമയത്ത് ഒരു ദിവസം 2 നേരം മാത്രം കഴിച്ചാൽ കൂടുതൽ ആരോഗ്യം ഉണ്ടാവുന്നു എന്നുള്ളതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഇല്ലേ? കുറേശ്ശെ പ്രാവശ്യമായിട്ട് കഴിക്കുന്നത് ഉപദേശിക്കുന്ന പോലെ തന്നെ ഒരു ദിവസം രാവിലെ വൈകിട്ട് മാത്രം കഴിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ആരോഗ്യമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. 2 നേരം മാത്രം കഴിക്കുന്ന ഒരുപാട് എനിക്ക് പരിചയമുണ്ട്. രാവിലെ വൈകുന്നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ചെറിയ വിഷയം കിടപ്പില്ല. കുറേശ്ശെ കഴിക്കണതാണ് നല്ലതെന്ന് പറയുന്നതും അത് ബോഡിക്ക് റെസ്റ്റ് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ലല്ലോ. ഇത് ചോദ്യമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനെ കുറിച്ച് പറയാം. ഞാൻ അറിയാൻ പിടിച്ചു, എനിക്ക് അറിയാഞ്ഞിട്ട്. ഓക്കെ. ഇവിടെ ഒരു നിയമമില്ല. ഓരോ വ്യക്തിയുടെയും ജീവിതശൈലി, അയാളുടെ മെറ്റബോളിക് ഡിമാൻഡ്, അയാളുടെ ജോലി, ഇതൊക്കെ അനുസരിച്ചിട്ട്, ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഹൈപ്പർ ഫെഡാണ്. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള സംഭവങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബയോമാർക്കറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്കുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പേഴ്സണലൈസ്ഡ് സൊല്യൂഷനാണ് നമ്മൾ പറയാറ്. എവിഡൻസ് ബേസ്ഡ് ആണ്. അപ്പം
അയാളുടെ ബയോമാർക്കേഴ്സ് നോക്കിയിട്ട് അവിടെ ചാലഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം അയാളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു യുവാവാണ്, അയാൾ ആക്റ്റീവാണ്, അയാൾക്ക് ഒരു ദിവസം പലവട്ടം കഴിക്കാം. പക്ഷെ സെഡൻഡറി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് 3 നേരം മൂക്കുമുട്ട കഴിക്കണം എന്ന് അയാളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നില്ല. അയാൾ ആൾറെഡി ഒരുപാട് എന്താ പറയുക ലോഡ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളുടെ പെരിട്ടോണിയത്തിലും അയാളുടെ സബ് ക്യൂട്ടേനിയസ് ഇതിലൊക്കെ ഇഷ്ടംപോലെ റിസർവ് ഫണ്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് വീണ്ടും 3 നേരം ഇങ്ങനെ കഴിക്കണത്. അപ്പം ആരാണ്, എന്താണ് അയാളുടെ ജോലി, എന്താണ് അയാളുടെ മെറ്റബോളിക് ഡിമാൻഡ്, എന്താണ്, ഇതാണ് ഫുഡിൻ്റെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ നമ്മൾ ആദ്യത്തെ ഫുഡ് ഹെവി കാർബ് കഴിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇൻസുലിൻ കാർബോഹൈഡ്രേറ്റ് സൈക്കിളിലേക്ക് പോയി കാർബിനെ ഒന്ന് പുഷ് ചെയ്ത് കാർബ് സ്പൈക്ക്, അതിനുശേഷം ഇൻസുലിൻ സ്പൈക്ക്, പിന്നീട് അത് ഉടനെ തന്നെ ഒരു ഡിപ്പ്, അപ്പോൾ അടുത്ത ക്രേവിങ്, അങ്ങനെ ഒരു ആ ലെപ്റ്റിൻ ഗ്രലിൻ സൈക്കിളിൻ്റെ ബാലൻസ് തകർക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ രാവിലെ തന്നെ ഹൈ കാർബ് ഫുഡ് കഴിക്കുമ്പോൾ എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അവിടെയും വ്യക്തികൾ, ഉദാഹരണത്തിന് ഒരാൾ പഴങ്കഞ്ഞി കഴിക്കുകയാണ്, പഴങ്കഞ്ഞി കഴിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഇതൊന്നും വിഷയമല്ല. കാരണം അയാളുടെ ആ പഴങ്കഞ്ഞിയിൽ കാർബിനേക്കാളും അതിൻ്റെ എന്താ പറയുക നേച്ചർ ഓഫ് കാർബ് മാറുന്നു. പിന്നെ കൂടുതൽ ലാക്റ്റിക് ആസിഡ്, അത് ഫെർമെൻറ്റഡ് ലാക്റ്റിക് ആസിഡിലേക്ക് അതിൻ്റെ നേച്ചർ മാറുന്നു. അങ്ങനെ ആ സാധനം കഴിക്കുന്നതും അത്ര തന്നെ ആ കഞ്ഞിക്ക് പകരം ഒരാൾ ചോറ് കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പം ഇത്തരം സൂക്ഷ്മമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന ഒരു ഡയറ്ററി റെഗുലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞ പോലെ ഡയറ്റ് ആൻഡ് നമ്പർ 1 ഈസ് മൈൻഡ്, നോ ഡൗട്ട് അറ്റ് ഓൾ. മനസ്സ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം തുടങ്ങുന്നത് നമ്മുടെ മനോഭാവത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങി പിന്നീട് നമ്മളൊരു എന്താ പറയുക ഡയറ്ററി ഇതിലുള്ള ചാലഞ്ചസ്, സ്ലീപ്പ് പോലെ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതൊന്നും സൈലോ അല്ല, ഒന്നും ഒറ്റക്കല്ല. ഇതെല്ലാം പല രീതിയിലും ഒന്ന് തകരുമ്പോഴും ഒന്ന് പൊളിയുമ്പോഴും മറ്റേ ഇപ്പുറത്ത് പൊളിയാണ്. സ്ലീപ്പ് മോശമാകുമ്പോൾ സ്ട്രെസ് കൂടുകയാണ്, പിറ്റേ ദിവസം സ്ട്രെസ് കൂടുമ്പോൾ വീണ്ടും സ്ലീപ്പ് തകരുകയാണ്, അത് ഗട്ടിനെ തകർക്കുകയാണ്. ഫുഡിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂസിനെ നമുക്ക് എടുക്കാൻ പറ്റാതാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ കഴിക്കുന്നു, പക്ഷെ അത് എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, നമ്മുടെ അതിനെ അബ്സോർബ് ചെയ്യേണ്ട ബാക്ടീരിയകൾ അവിടെ ഉണ്ടോ, അതിനെ മെറ്റബോലൈസ് ചെയ്യേണ്ട. കാരണം കഴിക്കുന്ന ഫുഡ് അങ്ങോട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വലിയൊരു ഒരു എന്താ പറയുക വർക്ക് ഫോഴ്സ് അവിടെ ഉണ്ട്. ദർ ഇസ് എ ഹ്യൂജ് വർക്ക് ഫോഴ്സ് ഡൗൺ ദെയർ വർക്കിംഗ് ഫോർ അസ്. അപ്പം അതിനെ നമ്മൾ തകർത്തിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് നല്ല ഫുഡ് കഴിച്ചാലും ചിലപ്പോൾ അതിന് ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് സപ്ലിമെൻ്റ് ലോകത്തേക്ക് ആളുകൾ വല്ലാതെ പരക്കം പായുന്നൊരു സമയം കൂടിയാണ്. സോ അവിടെ നമ്മൾ വല്ലാതെ സപ്ലിമെൻറ്റ്സ് ന്യൂട്രാസ്യൂട്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പകരം നമുക്ക് ഈ പറയുന്ന റെഗുലേറ്റ് ചെയ്തിട്ട് ഗട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യുക, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക, നല്ല ഫുഡിലേക്ക് തിരിച്ചു പോവുക. ടോക്സിക് ഫുഡ് എക്സ്പോസോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഒരുപാട് വളർന്നു. ഹോമിയോക്കാരൊക്കെ നിർബന്ധമായിട്ടും പഠിക്കും. കാരണം നമ്മൾ ടോക്സിക്കോളജിയാണ് ഹോമിയോപ്പതിയുടെ മെറ്റീരിയ അടിസ്ഥാനം. നമ്മുടെ മെറ്റീരിയ മരുന്നുകളുടെ അടിസ്ഥാനം എക്സ്പോസോമിക്സ്. എക്സ്പോ യെസ്. അത് പലതരം എൻവയോൺമെന്റൽ എക്സ്പോഷർ, അതിൽ ഡയറ്റിലുള്ള ടോക്സിൻ ആവാം, നമ്മുടെ ചുറ്റുമുള്ള ടോക്സിൻ ആവാം, നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ഹൈജീൻ പ്രോഡക്റ്റിലുള്ള ടോക്സിൻസ് ആവാം, സോപ്പ്, ചീപ്പ്, ബെഡ്ഷീറ്റ്, പെയിന്റ് മുതൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീട്ടിലടിക്കുന്ന പെയിന്റ് അടക്കം എന്താ പറയുക ഇറ്റ് ഹാസ് ടോക്സിൻസ് ഇൻ മെനി വേയ്സ്. PBA പോലെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുന്നത് ടോക്സിൻസ് ആണ്, കളകൂടാണ്. അപ്പോൾ നിരന്തരമായ ടോക്സിൻസിൽ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സാണ്. സോ ദർ ഈസ് നോ വൺ സിംഗിൾ റൂൾ, ഡയറ്റിലായാലും മറ്റു കാര്യങ്ങളിലായാലും. ഇപ്പം ഡോക്ടർ വേണുഗോപാലിൻ്റെ ഇറ്റ്സ് എ വണ്ടർഫുൾ, നമ്മളെല്ലാവരും അതുപോലെ ചെക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ക്രോണോളജിക്കൽ ഏജും മെറ്റബോളിക് ഏജും നമ്മൾ മാപ്പ് ചെയ്യണം, ആൻഡ് വി നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ നജീബ് ഡോക്ടറെ, വളരെ നല്ല ഇൻഫർമേഷൻ ആണ് ഡോക്ടർ. നമുക്ക് എല്ലാവർക്കും നോക്കാം. വേണുഗോപാൽ സാറിന്റെ നമ്പർ ചോദിച്ചിരുന്നു, ഇത്രയും ബോണസ് കിട്ടുമോ നമുക്ക് നോക്കാം. ഇത്രയും ഒരു ദിവസം സാറിന്റെ ക്ലാസ് ഒരു 1/2 മണിക്കൂർ സെഷനോട്ട് മാറ്റി കുറെ കൂടി ഉപയോഗപ്പെടുത്താം.
ഞാനൊന്ന് സാറേ അഡ്മിറ്റേഴ്സ് സംസാരിച്ചോളൂ. നമ്പർ ഇവിടെ ഷെയർ സമയം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ് നമുക്ക് 050 വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ചുരുക്കി. വേണുഗോപാൽ സാറിന് എന്തായാലും പറയാനുണ്ടോ? 3134609. ഞാൻ നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ആ. വേണുഗോപാൽ. ആ കൂടി ഒന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമ്പർ എന്താണ്? 1, വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ ബിസിയാണെന്ന് പറയുന്നത് ഒരു വാക്ക് ഇദ്ദേഹം ഡോക്ടർ നജീബ് പറഞ്ഞു. ആരും ബിസി ഒന്നുമല്ല, ചുമ്മാതെ ബിസി ആയിട്ട് വെറുതെ സമയം കളയാണ്. ഒന്ന് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടത്ര സമയം ഒരുപാട് കിട്ടും. ഇതിൽ ശശി തരൂർ എന്നുള്ള മനുഷ്യൻ, അങ്ങേര് ഇത്രയും ഇതിനിടയ്ക്ക് തന്നെ കുറെ ബുക്കുകളൊക്കെ എഴുതുന്നുണ്ട്. ഒരു ബുക്ക് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച കാര്യമൊന്നുമല്ല. എത്ര ബുക്സാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ വളരെ നല്ല ഇതായിട്ടുള്ള വർക്ക് ഒന്നായിട്ടൊക്കെ നമ്മളവിടെ. അതേപോലെ എവറി ഇയർ ബിൽ ഗേറ്റ്സ് 50 ബുക്കാണ് വായിക്കുന്നത്, 50 ബുക്സ്. അപ്പൊ ഇതെല്ലാം സമയം, ടൈം മാനേജ്മെന്റ് ആണ്. അത് മിക്കവരും ചെയ്യുന്നില്ല. എൻ്റെ ഒരു യൂട്യൂബിൽ ഒരു ഇത് കിടപ്പുണ്ട്, എൻ്റെ വീഡിയോ. അതായത് ബിസി സിൻഡ്രോം. സമൗകര്യവും Okay. സൗകര്യം ഉണ്ടെങ്കിൽ അത് കാണാൻ പോലും ഇല്ലാത്ത ബിസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബിസി ആയിട്ടിരുന്നുള്ളൂ. അല്ലേ? ആർക്കും ശരി, സഹായിക്കാൻ അത് പറ്റത്തില്ല. ബിസിയുടെ ഒരു ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ആകാം, അല്ലെങ്കിൽ അതെ യൂട്യൂബിൽ. അതെ. ഇൻ പ്രൈസ് ഓഫ് സ്ലോവർ നല്ലൊരു പുസ്തകമുണ്ട് അതിൽ. അതെ, ഞാൻ ഒരിക്കലും ബിസി എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും അലർജി ഉള്ള ഒരു വാക്കാണ് ബിസി എന്ന് പറയുന്നത്. ആരെങ്കിലും എൻ്റെ അടുത്ത് ബിസി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നെ, എങ്ങനെ ബിസി ആകാമെന്നുള്ളത്. ഞാൻ ബിസി അല്ല. നമുക്ക് ഒരു ദിവസം ഒരു ചർച്ച നമുക്ക് ആ ബിസിയെ കുറിച്ച് തന്നെ വെക്കാം. ഇനിയിപ്പോ നമുക്ക് കുറവാണ്, സമയം കുറവാണ്. സലീംകുമാർ ഡോക്ടറെ നല്ല ഒരുപാട് പുതിയ ഒരു വ്യത്യസ്തമായ വിഷയത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നൽകിയ ഡോക്ടർ നജീബിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ സലീംകുമാറിനെ ക്ഷണിക്കും. സാറേ, ഇതിലെ എന്താ പറയുക, തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് സാറ് പ്രസന്റ് ചെയ്യണത്. കാര്യം ഇത് നമ്മുടെ ഒരു ക്ലിനിക്കിൽ പ്രയോജനപ്പെടുന്ന പോലെ തന്നെ ഓരോ ഡോക്ടറുടെയും ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർമാർ സ്വയം ചെയ്തു നോക്കണം, എന്നിട്ട് വേണം രോഗികൾ പറഞ്ഞു കൊടുക്കാൻ. അത് എത്ര പേര് തയ്യാറാവുന്നുള്ളതാണ്. കാര്യം ഞാൻ കുറേയൊക്കെ ഈ പാതയിലായിട്ട് വർഷങ്ങളായി. ഞാൻ പലപ്പോഴും 2 നേരം ഭക്ഷണം കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ മൂന്നാമത്തെ നേരം ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു താല്പര്യം ഡോക്ടർമാർക്ക് ഉണ്ടാക്കാൻ സാറിൻ്റെ ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ട്. അതുവഴി ഡോക്ടർമാർക്ക് അവരുടെ ആരോഗ്യത്തിനും അതുവഴി അവരുടെ രോഗികൾക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടും. ഇത്തരം ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് വേണം, എന്നാലേ ഇത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കൂ. IFPHന്റെ പേരിൽ ഇന്ന് സാറ് ഇന്ന് ക്ലാസ് എടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. മാത്രമല്ല, ഈ സമയത്തും ഇത് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം കാണിച്ച എല്ലാ ഡോക്ടർമാർക്കും IFPHന്റെ പേരിൽ നന്ദി പറയുന്നു. സലീംകുമാർ ഡോക്ടർ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നജീബിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും ശുഭരാത്രിയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.